ഒരു പുതിയ വേഷം ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ ഉണ്ട്. നല്ല ഒരു 15 വയസ്സോളം കുറഞ്ഞായിട്ട് തോന്നി. 15 വയസ്സ് അത് കുറച്ചുകൂടി ഞാൻ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണ സമയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും അബദ്ധം പറ്റിയത് ഈ 2007 തുടങ്ങി 9 വരെ ഞാൻ ഈ ഡയറ്റിംഗ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കലാണെന്നുള്ള ഒരു അറിവില്ലായ്മയും തെറ്റും ചെയ്തു. ഭക്ഷണം കുറയ്ക്കേണ്ടതും ഭക്ഷണത്തിൽ ക്രമം വരുത്തേണ്ടതും നമ്മുടെ നല്ലൊരു ലുക്കിന് മാത്രമല്ല, നമുക്ക് നന്നായിട്ട് ശ്വാസം വിടാനും മലന്ന് കിടക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ട് ശ്വാസം വിടാനും നല്ലൊരു ജീവിതം അല്ലെ. ഒന്ന് നടന്ന് 10 മിനിറ്റ് കൊണ്ടെത്താം, ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തിയാലുള്ള നാടിനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനോസുഖത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതും നമ്മൾ പ്രാപിക്കണം അല്ലെ. ഈ ഇറ്റാലിയൻ ഫുഡ്, ചൈനീസ് ഫുഡ് അങ്ങനൊന്നും ഞാൻ അമേരിക്കയിൽ ചെന്നാലും എനിക്ക് ചോറും തൈരും മത്തിയുമാണ് ഇഷ്ടം. ഞാൻ അവിടെ ചെന്നാലും അതേ ചോദിക്കൂ, അതേ കഴിക്കൂ. അങ്ങനെയുള്ള ഒന്നല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ KFC, ഡൊമിനോസ് ഞാൻ എതിരുമാണ്. ഞാനിവിടെ എന്റെ മക്കൾക്ക് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങ് മുട്ടുമ്പം പോയി ഒരു ദിവസം കഴിച്ചു. അത് ചിലപ്പോ 3 മാസത്തിലൊരിക്കലായിരിക്കും. അതിന്റെയൊക്കെ കുഴപ്പങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോ ഈ ഒരു സിറ്റിയിൽ തന്നെ ഒരു 10 സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വരുന്നത് നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും 5 വർഷം കഴിഞ്ഞ് എന്നെയൊക്കെ അങ്ങോട്ട് കെട്ടിയെടുക്കാനുള്ള ഇപ്പൊ ഒരു 5 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടി മനസ്സിലാക്കണം, എന്നെ കെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് പണം പിടിയാനുള്ള സ്ഥാപനങ്ങളാണ് വരുന്നത്. അവര് തയ്യാറെടുക്കുകയാണ്. അവരുടെ ആയുധമായിരിക്കണം ഈ ഫുഡ് എന്ന് മനസ്സിലാക്കണം. കഴിക്കണം, എല്ലാം കഴിക്കണം. ഞാൻ വർഷത്തിലൊരിക്കലാണ് ഒരു കോള കുടിക്കുന്നത്. വർഷത്തിലൊരിക്കലും കാണും കുടിച്ചാലായി, ഇല്ലെങ്കിൽ ഇല്ല. ആഴ്ചയില് ഒരു ദിവസമായിരുന്നു ബ്രോയിലർ ചിക്കൻ കഴിച്ചിരുന്നത്. എവിടെങ്കിലും നാടൻ ചിക്കൻ കിട്ടുമെങ്കിൽ ആളിനെ വിട്ട് അതിന് ഇത്തിരി കാശ് കൂടുതലായാലും അത് കൊണ്ടുവന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിള്ളേർക്ക് കഴിക്കുമ്പോൾ അത് ഇഷ്ടം. പക്ഷെ അതിന്റെ ലഭ്യത എന്ന് പറയുന്നത് സർക്കാർ പോലും ഉറപ്പുവരുത്തുന്നില്ല. സർക്കാർ അത് ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ ഈ ബ്രോയിലർ എന്ന് പറയുന്ന വിഷം നമുക്ക് ഒഴിവാക്കാമായിരുന്നു അല്ലെ. ബ്രോയിലർ ചിക്കൻ ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് കഴിച്ചിരുന്നത്. ഇപ്പൊ എന്താ, ഒരു മാസത്തിലെങ്ങാണ്ട് മിനിഞ്ഞാന്നാണ് 2 കഷ്ണം തന്നത്. അതും കുഴപ്പം പിടിച്ച സാധനമാണ്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ വരുമ്പം വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ടോക്കിൽ വരുമ്പം അത് പറയുന്നതാണ്. ഇത് കൊടുക്കണം. പിന്നെ സുരേഷ്